വിദേശ സംഭാവന സ്വീകരിക്കുന്ന വിഷയത്തിൽ പന്തിപ്പോൾ കേരളത്തിന്റെ കോർട്ടിലാണ്. എങ്കിലും നിയമ പോരാട്ടത്തെക്കാൾ സാധ്യത രാഷ്ട്രീയ പോരാട്ടത്തിനാണ്. അതെന്തുകൊണ്ടാണെന്ന് കാണാം. വിദേശ സംഭാവന സ്വീകരിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രണ്ട് നീതി വ്യക്തമായി കഴിഞ്ഞു. മഹാരാഷ്ട്രയുടെ CMDRFന് വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നൽകിയതോടെ കേരളത്തോടുണ്ടായ അനീതി തെളിഞ്ഞു. FCRA നിയമപ്രകാരം ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 2018 പ്രളയകാലത്ത് UAE സർക്കാർ പ്രഖ്യാപിച്ച 700 കോടി രൂപ സ്വീകരിക്കാൻ അനുവദിക്കാത്തതിനാൽ കേന്ദ്രം പക്ഷപാതം കാട്ടിയെന്ന് തുറന്നു കാട്ടാൻ കേരളത്തിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ വിദേശ സംഭാവന സ്വീകരിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട അനീതി ഉന്നയിച്ച നിയമ പോരാട്ടത്തിന് കേരളം നീങ്ങില്ല. രണ്ട് കാരണങ്ങളാണ് ധനവകുപ്പ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, UAE 700 കോടി രൂപ വാഗ്ദാനം ചെയ്ത വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. രണ്ട്, കേന്ദ്ര സർക്കാർ അന്ന് വിദേശ ഫണ്ട് നിഷേധിച്ചത് FCRA നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ ഉന്നയിച്ചല്ല. രാജ്യത്തെ ഒരു ദുരന്തത്തിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് വിദേശ രാജ്യത്തോട് കൈനീട്ടണ്ടെന്ന പ്രശ്നമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. നിയമ പോരാട്ടത്തിന് സാധ്യതയില്ലെന്ന സംസ്ഥാനത്തിന്റെ വിലയിരുത്തലിന് കാരണം ഇതാണ്. അതിനാൽ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് സാധ്യതയില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ വിദേശ സംഭാവന സ്വീകരിക്കാൻ അവസരം ലഭിച്ചാൽ മഹാരാഷ്ട്രയ്ക്ക് നൽകിയ ഇളവ് ആയുധമാക്കി നിയമ പോരാട്ടം നടത്തുകയും ചെയ്യാം. ദുരന്ത സഹായത്തിനായി വിദേശ സംഭാവന സ്വീകരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റേത് നയപരമായ മലക്കമറിച്ചിലാണ്. അതുകൊണ്ടാണ് കേരളത്തോട് 2018 സ്വീകരിച്ച സമീപനം BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ തടസ്സമാകാത്തത്. അതായത് മഹാരാഷ്ട്ര CMDRFന് FCRA രജിസ്ട്രേഷൻ നൽകിയത് കേന്ദ്രത്തിന്റെ വിദേശ സംഭാവന വിഷയത്തിലെ നയം മാറ്റമാണെന്ന് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നു. 2004 മുതൽ UPA ഭരിച്ച കാലത്തടക്കം ദുരന്തങ്ങളിൽ വിദേശ സഹായം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. എന്നിട്ടിപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ തരം പോലെ നയം മാറ്റി. അതായത് 2 പതിറ്റാണ്ടായി ഈ നയം നിലനിൽക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നൽകിയത് ഒരു പ്രധാനപ്പെട്ട നയം മാറ്റമാണ്. ഇനി ഈ നയം മാറ്റം BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് മാത്രമാണോ എന്ന് കേരളത്തിന് ഇനിയൊരു അവസരം വരുമ്പോൾ വ്യക്തമാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.